കാലാകാലങ്ങളായി ഉപയോഗിച്ചിരുന്ന ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചതോടെ ദുരിതത്തിലായി കോഴിക്കോട് മാറാട് നിവാസികൾ. ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ഇവർ. നിരവധി പരാതികൾ നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. മാറാട് നിവാസികളുടെ ഏകാശ്രയമായിരുന്ന ഈ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷം 4 കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ കുടുംബത്തോടൊപ്പം താമസിച്ചുകൊണ്ടാണ് മാറാട് നിവാസികളെ ചികിത്സിച്ചിരുന്നത്. സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ ചികിത്സയും മരുന്നും തികച്ചും സൗജന്യം. അദ്ദേഹത്തിന് ശേഷം പല ഡോക്ടർമാരും വന്നെങ്കിലും മാറാട് കലാപത്തിന് പിന്നാലെ പതുക്കെ അതും ഇല്ലാതായി. പിന്നീട് ആശാവർക്കർമാർ ക്ലിനിക്കിലെത്തി കുട്ടികൾക്ക് പോളിയോ എടുക്കുകയും പ്രഷറും ഷുഗറും പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണതോടെ ആശാവർക്കർമാർക്കും അവിടെ നിന്ന് മാറേണ്ടി വന്നു. പിന്നീട് 2020 ക്ലിനിക്കിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ഇതോടെ മാറാട് നിവാസികൾ ദുരിതത്തിലായി. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഇതിന് പരാതി കൊടുത്തിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് ഇക്കാലമായിട്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഒരു അസുഖം വരുന്നതാണ് ബേപ്പൂരിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകണം. ബേപ്പൂർ ഹൈസ്കൂളിൻ്റെ അവിടെ അത് ഇവിടെ നിന്ന് യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബേപ്പൂർ പറവക്ക് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 100 രൂപ ഇവിടുന്ന് ഓട്ടോന് കൊടുക്കണം. അതേമാതിരി കോഴിക്കോട് ബീച്ച് ആസ്പത്രിയിലാണ് പിന്നെ പോകണം. 20 രൂപ ഇവിടുന്ന് ബസ്സിന് കൊടുക്കണം. അത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളത്. ക്ലിനിക്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതിനായി ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നും അറിയില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.